Hello friends, welcome to my YouTube channel Pages by GB. Guys, എൻ്റെ ഈ ഇൻട്രോ കണ്ടിട്ട് മമ്മി ഇവിടെ ഞെട്ടിത്തെരിച്ചിരിക്കുവാണേ. ഞെട്ടിത്തെരിച്ചിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, 2:15 അപ്പം ഞങ്ങൾ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിപ്പ് കഴിഞ്ഞിട്ട് ഇതാ നോക്ക്, ഉച്ചക്കത്തെ ഉറക്കത്തിൻ്റെ കലാപരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ബേബീനെ നമ്മൾ താഴെയാണ് കിടത്തുന്നത്, പാവിരിച്ചാണ് കിടത്തുന്നത്. എൻ്റെ പുരുകമൊക്കെ വളർന്നു ഗൈസ്, നോക്കൂ. വെട്ടാൻ സമയമായിരിക്കുന്നു, വെട്ടണം ഇല്ലയോ? മമ്മി നെസമോളെ ഉറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൾ എന്ത് ചെയ്താൽ ഉറങ്ങുന്നില്ല കേട്ടോ. എൻ്റെ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണേ. കുറേ നേരം ആട്ടി കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവളുടെ നഖം വെട്ടിയേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് വരുവേ. പിന്നെ ഞാൻ വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ പല ആംഗിളിൽ ഇരുന്നുകൊണ്ടാണ് നഖം വെട്ടുന്നത്. മമ്മി ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. നഖം വെട്ടെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ തുണിയെല്ലാം കൂടി എടുത്തേക്കാമെന്ന്. കൊച്ചിൻ്റെ തുണിയായിരുന്നു അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്, അതെല്ലാം എടുത്തു. ഷീറ്റ് കൊച്ചിൻ്റെയാണ്, അത് ഉണങ്ങിയില്ലെന്നാൽ പിന്നെ മറിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ജാതിക്ക പത്രിയാണ്, അത് ഉണങ്ങാൻ വെച്ചിരിക്കുവാണേ. നമ്മൾ ഒന്നെങ്കിൽ പാതകത്തിൻ്റെ ഇടയിലിടും, അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണങ്ങും. പിന്നെ തുണികളെല്ലാം എടുത്തുകൊണ്ട് വന്നു, അത് മടക്കുവാണേ. കൊച്ചിൻ്റെ തുണിയാണ്, അത് മടക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇപ്പം വെയിലുള്ളത് കൊണ്ട് നമുക്ക് വെയിലത്ത് ഉണങ്ങാം. മഴക്കാലം വരുമ്പോൾ എന്ത് ചെയ്യുമോ എന്തോ. അപ്പോൾ തുണിയെല്ലാം മടക്കി ഞാൻ അലമാരിക്കകത്തോട്ട് വെക്കുവാണേ. എത്ര മടക്കി വെച്ചാലും ഒന്നെടുത്ത് കഴിയുമ്പം പിന്നെയും നിരന്ന് കിടക്കുവേ. അപ്പം ഞാൻ ഇങ്ങനെയാണ് കൊച്ചിനെ കെട്ടുന്ന തുണി മടക്കുന്നത് കേട്ടോ. ആദ്യം 4ആയിട്ട് മടക്കും, അത് കഴിഞ്ഞ് ഒരു കോണിൽ നിന്ന് ഒരു ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കും. അത് കഴിഞ്ഞത് മറിച്ചിട്ടിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പയ്യെ മടക്കി എടുക്കും. അപ്പം നടുക്ക് കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. അതാ നമ്മുടെ ആശാത്തി ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. ഇതേ നഖം വെട്ടിയൊന്നും അവൾ അറിഞ്ഞിട്ട് പോലുമില്ല. ഈ കയ്യെ നഖം വെട്ടി, അമ്മ നഖം വെട്ടി. ഞാൻ നൂന്ന് കാണിച്ചു വെച്ചേ, ഞാൻ നഖം വെട്ടി സുന്ദരിയായിട്ട് വരാം. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ അടുപ്പത്തിട്ടു. ചായ തിളച്ച് പൊങ്ങി വരുന്ന കണ്ടോ? പിന്നെ ഞങ്ങൾ ചായ എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞാണ് കഴിക്കുന്നത്. അന്നേരം കഴിക്കാൻ റസ്ക്, പിന്നെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കേക്ക് ഉണ്ടായിരുന്നു, അത് നെസമോള് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് അവൾക്ക് 3 months ആയപ്പോൾ മേടിച്ച കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പിന്നെ ഞാൻ പുല്ല് വെട്ടാനായിട്ട് ഇറങ്ങി. ചെറിയ മഴക്കോളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ അതിന് സാധിച്ചില്ല. അപ്പോഴേക്കും ഇടിമുഴക്കം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ തിരിച്ച് കയറി പോരുവാട്ടോ ചെയ്തത്. കുറച്ച് വെട്ടിയതിന് ശേഷം തിരിച്ച് കയറി പോന്നു. ഇപ്പം 2 ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് പുല്ല് നല്ലപോലെ കിളിച്ച് പൊന്തിയിട്ടുണ്ട്. പുല്ലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പറമ്പിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ജാതി ഉള്ളത് കൊണ്ട് ജാതിക്ക പെറുക്കാനായിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മളിത് വെട്ടിക്കളയുന്നത് കേട്ടോ. ഇടിമുഴക്കം കൂടി വന്നുകൊണ്ട് ഞാൻ തിരിച്ച് കയറി പോരുകയാണ് ചെയ്തത്. ഇത്രയാണ് ഞാൻ നേരത്തെയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.